ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ സ്പേസ് ഡെബ്രിസിനെ കുറിച്ച് കവർ ചെയ്യാം. സ്പേസ് ഡെബ്രിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ജങ്ക്സ് ആണ്. അതായത് നമ്മളിപ്പോൾ റോക്കറ്റും കാര്യങ്ങളും സാറ്റലൈറ്റ്സും എല്ലാം വിടും. എന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് ആവശ്യമില്ലാത്ത കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. മേ ബി അത് ഡെഡ് ആവാം, ഓർ അതിൻ്റെ ആവശ്യം കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 മാസത്തിന് ഒരു സാധനം വിട്ടു. ആ 4 മന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കഴിഞ്ഞു, അതവിടെ ഇല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഡെബ്രിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ കളക്ഷൻ ഓഫ് ഡീഫങ്ഷനിങ് ആയിട്ടുള്ള മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏർത്തിൻ്റെ ഓർബിറ്റിൽ കറങ്ങുകയാണെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ഇല്ലാതെ കറങ്ങുകയാണെങ്കിൽ അതിനാണ് സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്നത്. വേസ്റ്റ് മെറ്റലാണ്, വളരെ ഹാംഫുൾ ആണ് അല്ലേ. ഡെഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആവാം, പഴയ സാറ്റലൈറ്റ്സ്. ഇപ്പോൾ നമുക്ക് ഫ്യൂവൽ ഇല്ല അല്ലെങ്കിൽ ഫെയിലായി, അങ്ങനെയുള്ള നമ്മുടെ പഴയ ഇൻസാറ്റ്സ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ കറങ്ങുന്നുണ്ട്. പിന്നെ സ്പെൻഡ് ആയിട്ടുള്ള റോക്കറ്റ് സ്റ്റേജസ് ഉണ്ട്. അതായത് റോക്കറ്റ് സ്റ്റേജസ് ഉണ്ട്, അപ്പർ സ്റ്റേജസ് ഓഫ് റോക്കറ്റ്സ് ലൈക്ക് PSLV GSLV ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് കഴിഞ്ഞിട്ട് സാറ്റലൈറ്റ് എല്ലാം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കിടക്കും. അതായത് നമ്മളിപ്പോൾ റോക്കറ്റിൽ ഇത് വിട്ടിട്ട് ആ ഒരു സാറ്റലൈറ്റ് അവിടെ ലോഞ്ച് ചെയ്ത ശേഷം ഈ ബാക്കിയുള്ള പാർട്ടൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ള പാർട്ടൊക്കെ അവിടെ കിടക്കും. അതാണ് സ്പെൻഡ് റോക്കറ്റ് സ്റ്റേജസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആൻറ്റി സാറ്റലൈറ്റ് ടെസ്റ്റ്, കൊലീഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഒക്കെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൊടിപടലങ്ങൾ ദി ഇമേജ് യു ക്യാൻ സീ 1960s 1, 2, 3 ഒക്കെ ഉള്ളൂ. പക്ഷേ 2000 എത്തിയപ്പോൾ ഒരുപാട് ഇപ്പോൾ കാണാൻ കൂടി പറ്റുന്നില്ല. അത്രയും അധികം 2023 ഇമേജാണത്. അത്രയും അധികം ഡെബ്രിസുകൾ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് എ തിങ് കോൾഡ് കെസ്ലർ സിൻഡ്രോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓൾസോ ഡൊമിനോ എഫക്റ്റ് എന്ന് പറയും. അതായത് നാസയുടെ സയൻറ്റിസ്റ്റ് ഡൊണാൾഡ് കെസ്ലർ ആണ് ഇത് 1978 കണ്ടുപിടിച്ചത്. ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. സി വാട്ട് ഹാപ്പൻസ് ഇസ് സാറ്റലൈറ്റ്സ് ഇങ്ങനെ പോയിട്ട്, സാറ്റലൈറ്റ്സ് ഉണ്ടല്ലോ, ഈ സാറ്റലൈറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടും, അല്ലെങ്കിൽ ഡെബ്രിസ് പോയിട്ട് ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിനെ പോയി മുട്ടും. അത് കൊലീഷൻ ചെയ്യും. ആ കൊലീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇതിനെ പോയി മുട്ടും, ഇത് അതിനെ പോയി മുട്ടും, പിന്നെ കേടുവരാത്ത വേറെ സാറ്റലൈറ്റ്സ് കൂടി ഡാമേജ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു ചെയിൻ റിയാക്ഷൻ പോലെ തമ്മിൽ ഒരുപാട് പൊടിപടലങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ഡാമേജ് ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനാണ് കെസ്ലർ സിൻഡ്രോം എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി വെരി ഹാംഫുൾ, വെരി ഡേഞ്ചറസ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2009 ഇങ്ങനെ നടന്നിട്ടുണ്ട്. US ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള ഇറീഡിയം 33 എന്ന് പറയുന്നത് പോയിട്ട് എന്താ പറയുക, റഷ്യൻ്റെ ഒരു മിലിറ്ററി സാറ്റലൈറ്റിനെ പോയിട്ട് ഇടിച്ചു. അത് എന്നിട്ട് 2000 പീസസ് ഓഫ് ഡെബ്രിസ് ആണ് സ്പേസിലേക്ക് വിട്ടത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്. അതിൻ്റെ ഡിസ്പോസൽ മെക്കാനിസംസ് എന്തൊക്കെയൊക്കെ ആയിരിക്കും? ശരിക്കും ഈ ഡെഡ് സാറ്റലൈറ്റ്സ് പിന്നെ എങ്ങോട്ടാണ് പോവുക, എന്താ കാണിക്കുക, അതിനവർ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടുന്ന് റോക്കറ്റ് പറഞ്ഞു വിടുന്ന റോക്കറ്റ് ജസ്റ്റ് വെഹിക്കിളാണ്, ക്യാരിങ് ചെയ്യുന്നൊരു വെഹിക്കിളാണ്, റൈറ്റ്. അത് അവിടെ പോയി, എന്നിട്ട് അതിലുള്ള ആ മെയിൻ ആയിട്ടുള്ള ആളിനെ പിടിച്ച് പുറത്തെടുത്തു. അത് അതിന് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പാർട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പോട്ടെ, ഇത് ഡിസ്ഫങ്ഷനായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂവൽ തീർന്നു, പിന്നെ ഇതൊക്കെ എങ്ങോട്ട് പോകും? 2 രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അതിനെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് അതിനെ ഡീ ഓർബിറ്റ് ചെയ്യും, ബേൺ ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരും. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഫ്യൂവൽ കൺസ്യൂമിംഗ് ആണ്. അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും കോസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അതെന്തെങ്കിലും ചെയ്ത് നമ്മൾ ബേൺ ചെയ്തിട്ട് കൺട്രോൾ ആയിട്ടുള്ള റീ എൻട്രി, വല്ല കടലിലോട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ച് കളയുന്നു. അതൊന്നാമത്തത്, വളരെ കോസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ പരിപാടിയാണ് വളരെ എളുപ്പം, സുഖമായി ചെയ്യുന്നൊരു കാര്യം. എന്താ ചെയ്യാന്നറിയോ? അവർ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് അതിനകത്ത് തട്ടും. അതായത് 36,000 കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഈ ഓർബിറ്റിൻ്റെ അങ്ങോട്ടേക്ക് അതിന് തട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും എവിടെയാണോ കിടക്കുന്നത് അതിന് 300 കിലോമീറ്റർ മേലോട്ടേക്ക് അതിനെ തട്ടിയിടും. അങ്ങനെ തട്ടിയിടുന്ന സമയത്ത് ഒരു ഗ്രേവ് ലാൻഡ് ആണ് അവിടെ നടക്കുക. ഒരു ശവപ്പറമ്പ് പോലെ ഗ്രേവ് യാർഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റ് അവിടെ ഫോം ചെയ്യാണ്. അതായത് ഇതിങ്ങനെ കറങ്ങുന്നു, ഇത് ഡിസ്ഫങ്ഷൻ ആയിക്കഴിഞ്ഞാൽ അവർ കുറച്ച് അതിനെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തട്ടുന്നതാണ് എളുപ്പം. ഇതിനെ തിരിച്ച് മെനക്കെട്ട് ഇത്രയും ഫ്യൂവൽ കത്തിച്ച് എർത്തിലോട്ട് കൊണ്ടുവരുന്ന കോസ്റ്റ് ഉണ്ടതിനെക്കാട്ടിലും എളുപ്പം എന്താ, അവർ പിടിച്ചിട്ട് അതിനെ തട്ടും, സ്പേസിലോട്ട് തട്ടും. സോ ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടു നെഗറ്റീവ്? അത്രയും വലിയൊരു പൊല്യൂഷനിലാണ് ഉണ്ടാകുന്നത്. എൻവയോൺമെൻറ്റ് പൊല്യൂഷനെ തന്നെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന സ്പേസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വെരി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെറ്റാണ്, സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം കുറച്ച് കാലം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസിലോട്ടൊന്നും വിടാൻ പറ്റില്ല, തട്ടിമുട്ടിയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സോ അത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നൗ രാജ്യങ്ങൾ ഇസ് ടേക്കിംഗ് സീരിയസ് എഫേർട്സ്. മിറ്റിഗേഷൻ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ഇന്ത്യയും വേൾഡും എടുക്കുന്ന മിറ്റിഗേഷൻ എഫേർട്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ഇസ്രോൻ്റെ ഇനീഷ്യേറ്റീവ്സ് നോക്കാം. ഒന്ന് നേത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വിച്ച് മേ കം ഫോർ അവർ പ്രിലിംസ്. നെറ്റ്വർക്ക് ഫോർ ദ സ്പേസ് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെബ്രിസിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? US വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നേത്ര എന്ന് പറഞ്ഞത് കണ്ണെന്ന് വെച്ചാൽ തന്നെ എന്താണ്, നമ്മൾ ട്രാക്ക് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് നമ്മുടെ കേരളത്തിലെ പൊന്മുടിയിലും അതുപോലെ തന്നെ ശ്രീഹരി ഹോട്ടലിലൊക്കെയാണ് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്. മൾട്ടി ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റാഡറുണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുണ്ട്. നമ്മൾ എന്താ മെയിനായിട്ട് ചെയ്യുന്നത്?
ഇവിടുന്ന് നോക്കും എന്തൊക്കെ ഡെബ്രിസ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കും. നോക്കിക്കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ബാംഗ്ലൂർ ലുള്ള ഒരു നേത്രയുടെ ഡാറ്റ വെച്ചിട്ട് ദർ ഇസ് എൻ ISRO സിസ്റ്റം ഫോർ സേഫ് ആൻഡ് സസ്റ്റൈനബിൾ സ്പേസ് ഓപ്പറേഷൻ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രെഡിക്റ്റ് ചെയ്യും കൊലീഷൻ എന്തെങ്കിലും നടക്കുമോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ISROനെ വാൺ ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ വേറൊരു സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നേത്രയുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് വല്ലതും കൊളൈഡ് ചെയ്യാൻ വല്ലതും നടക്കുമോ, ആ കൊലീഷനെ അവോയ്ഡ് ചെയ്യാനുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കും. സോ ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ISROയുടെ ഇനിഷ്യേറ്റീവ്സ്. ഒന്നെന്ന് പറയുന്നത് നേത്ര, രണ്ടാമതെന്ന് പറയുന്നത് IS4O, അതായത് ഇസ്രോ സിസ്റ്റം ഫോർ സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിൾ സ്പേസ് ഓപ്പറേഷൻസ്. ഈ നേത്ര കിടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലും അതുപോലെ തന്നെ പൊന്മുടിയിലൊക്കെ ഉള്ള നമ്മുടെ ടെലസ്കോപ്സ് വെച്ചിട്ടാണ്. വേറസ് ഇതെന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ പറയുന്ന നേത്ര തരുന്ന ഡാറ്റ വെച്ചിട്ട് വി വിൽ ബി അനലൈസിങ് കൊലീഷൻസ്, അതെല്ലാം അവോയ്ഡ് ചെയ്യാനുള്ള മെക്കാനിസംസ് നോക്കും. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീറോ ഡെബ്രിസ് മിഷനാണ്. 2030 നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ എന്താ ഒരു അജണ്ട എന്ന് പറയുന്നത് എന്താ, ഒരു തരത്തിലുള്ള ജങ്ക്സും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡെബ്രിസും ഉണ്ടാക്കാതെ സ്പേസ് മിഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഡെബ്രിസ് ഫ്രീ ആയിട്ടുള്ള സ്പേസ് മിഷൻസ് 2023 ചെയ്യാന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ട്. ദിസ് ഇസ് അബൌട്ട് അസ്, നമ്മുടെ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ്സ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ തിങ് കോൾ ESA's ക്ലിയർ സ്പേസ് 2026 എന്ന് പറയുന്നത്. അത് ശരിക്കും ആക്റ്റീവായിട്ടുള്ള ഡെബ്രിസ് റിമൂവൽ തന്നെയാണ്. നമ്മൾ ഡെബ്രിസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ബേൺ ചെയ്യുക, അതിനെ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അതിനെ ബേൺ അപ്പ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നുള്ളൊരു സാധനമാണ് ESA ക്ലിയർ സ്പേസ് 1. അതുതന്നെ ജപ്പാനിൻ്റെ ഒരു സാധനമുണ്ട്, ദാറ്റ് ഇസ് ആസ്ട്രോസ്കെയിൽ. ആസ്ട്രോസ്കെയിലും ഇതുപോലെ തന്നെയാണ് ഡെഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനെ കണ്ടുപിടിച്ച് പിടിക്കാനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് mitigative initiatives that India as well as the world did. Okay, ഇനിയിപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റ് is over and we'll be discussing the previous year questions in the next upcoming video. Thank you.